യഥാർത്ഥത്തിൽ പുതുമുഖങ്ങൾ വരണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ പുതുമുഖങ്ങൾ വരുന്ന സമയത്ത് പാർട്ടി എന്ന് പറയുന്നത് പാർലമെൻ്ററി പൊളിറ്റിക്സിന് മാത്രമുള്ള സംവിധാനമല്ല. പാർട്ടിക്ക് ദീർഘകാല പാരമ്പര്യങ്ങളുണ്ട്, ദീർഘകാല ലക്ഷ്യങ്ങളുണ്ട്, അതിന് ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു പാരമ്പര്യമുണ്ട്. അതൊരു ട്രഡീഷനാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം നിങ്ങൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ആ ഒരു ട്രഡീഷനെ നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തെ ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാന്നർത്ഥം. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആ ദീർഘമായ ചരിത്രത്തിലാണ്, അതിൻ്റെ വിപ്ലവകരമായ ഓർമ്മകളിലാണ് ഈ പ്രസ്ഥാനം നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും ചേർന്നിട്ടുള്ള ഒരു സമവായമാണ് എല്ലാ കാലത്തും വേണ്ടിയിരുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ കഴിഞ്ഞ തവണ ഏകപക്ഷീയമായിട്ട് അതിനെ പൂർണ്ണമായിട്ടും റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് കേരളത്തിലെ പാർട്ടി എടുത്തത്. അതുകൊണ്ട് എന്തുണ്ടായി? അതുകൊണ്ട് സംഭവിച്ചത്, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ നയങ്ങൾ, പരിപാടികൾ, ബഹുജനങ്ങളുമായിട്ടുള്ള അതിൻ്റെ ബന്ധങ്ങൾ വേണ്ട വിധം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ സത്യത്തിൽ ഈ സർക്കാർ പരാജയപ്പെട്ടു. കാരണം പല മേഖലകളിലും പാർട്ടിയുടെ എന്താ പറയുക, ഒരു ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ വിശദീകരിക്കുന്നതിൽ, ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജനങ്ങളുമായിട്ടുള്ള ബന്ധസഭ. നിങ്ങൾ ഒറ്റ ഉദാഹരണം നോക്കിക്കോളൂ. നിങ്ങൾ ആരോഗ്യ വകുപ്പിടും. ഞാൻ ഇപ്പം നമ്മൾ രണ്ട് മന്ത്രിമാർ, പി കെ ശ്രീമതി, കെ ശൈലജ, ഈ രണ്ട് സ്ത്രീകളായിട്ടുള്ള രണ്ട് മന്ത്രിമാർ കഴിഞ്ഞ രണ്ട് സർക്കാരുകളിൽ ഉണ്ടായിരുന്നു. ആ രണ്ട് സർക്കാരുകളിലും നിങ്ങൾക്ക് അവരുടെ പെർഫോമൻസും അവരുടെ രീതിയും അവർ ജനങ്ങളോട് ഇടപെടുന്ന രീതിയും, അതും ഇപ്പോഴത്തെ ഇടതുപക്ഷ സർക്കാരിലെ ആരോഗ്യമന്ത്രിയുടെ ഇടപെടൽ രീതിയും, ഇത് നിങ്ങൾക്ക് ആ ഡിഫറൻസ് വളരെ വളരെ എവിഡൻ്റ് ആണ്. നിങ്ങൾക്ക് ആ വ്യത്യാസം ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ താരതമ്യം ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം എന്താണ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു വരുന്ന ജനകീയമായിട്ടുള്ള അനുഭവങ്ങളുള്ള പൊതുപ്രവർത്തകരും അതില്ലാത്ത കൂട്ടരും തമ്മിലുള്ള വ്യത്യാസം എന്ന് കൃത്യമായിട്ട് അറിയാം. പക്ഷേ അതിനെ തുലനം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ അനുഭവമുള്ള ആളുകളും അല്ലാത്ത ആളുകളും ചേർന്ന് ഒന്നിച്ച് നിൽക്കുമ്പോൾ ഇതിനെ ഒരു ബാലൻസ് ചെയ്തു പോകും. അത് ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടിക്ക് കാരണം എന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കിടയിൽ അതിന് മതിപ്പുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ ശേഷിയുള്ള ആളുകൾ സൈഡ് ലൈൻഡായിപ്പോയി. ആ സൈഡ് ലൈൻഡായി പോയതിൽ ഒരാളാണ് സുധാകരൻ. ആ സുധാകരൻ തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം എന്താ വെച്ചാൽ, എനിക്ക് യഥാർത്ഥത്തിൽ എൻ്റെ വയസ്സിനെ സംബന്ധിച്ചൊരു ഒരു ഇതുണ്ടായിരുന്നു. നേരത്തെ ആ ചെറിയ പ്രായത്തിൽ, അന്ന് ആ കാലത്ത് നമ്മൾ ഇപ്പോഴത്തെ മാതിരി ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല, അന്ന് സ്കൂളിൽ പോയി അപ്പം അങ്ങനെ പറഞ്ഞ സമയത്ത് കുറച്ച് വയസ്സ് കൂടുതലായിട്ട് ആണ് ചേർത്തത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ എനിക്ക് ആ പ്രായമായിട്ടില്ല എന്ന് പോലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് ആ തരത്തിൽ ഒരു നീതി കിട്ടിയിട്ടില്ല എന്നുള്ള അഭിപ്രായം അദ്ദേഹത്തിനുണ്ട്, അദ്ദേഹത്തെ അറിയുന്ന ആളുകൾക്കുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ കുറേ കൂടി ഒരു എന്താ പറയുക, ഒരു പാരമ്പര്യത്തെ കൂടി അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു രീതി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വേണ്ടതാണ്. അല്ലെങ്കിൽ ആ പാർട്ടി വലിയ ദുരന്തത്തിലേക്ക് തന്നെയാണ് പോവുക.